പ്രിയമുള്ള മുത്തുമോമിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് വിശ്വസ്തരായ സ്ത്രീകളുടെ 15 അടയാളങ്ങളാണ്. ഈ 15 അടയാളങ്ങൾ ഒരു സ്ത്രീയിലുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം ആ ഭാര്യയെ വിശ്വസിക്കാം, ആ സ്ത്രീയെ വിശ്വസിക്കാം എന്നുള്ളത്. ഏതൊക്കെയാണ് ആ 15 അടയാളങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ, ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ. എന്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? നോമ്പ് നോറ്റ് പലരും ക്ഷീണിച്ചിട്ടുണ്ട്. ആ സന്തോഷമുള്ള ആളുകളൊക്കെ അൽഹംദുലില്ലാ പറഞ്ഞാണ്. അൽഹംദുലില്ലാ 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 പറഞ്ഞവരൊക്കെ ഒന്ന് കമന്റിൽ എഴുതി വിടുക. ആരൊക്കെയാണ് പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്. എല്ലാവരും കേട്ടിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയമാണ്. അഥവാ വിശ്വസ്തരായ സ്ത്രീകളുടെ 15 അടയാളങ്ങളാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന 15 അടയാളങ്ങൾ ഒരു സ്ത്രീയിലുണ്ടെങ്കിൽ, ഒരു ഭാര്യയിലുണ്ടെങ്കിൽ നമുക്ക് അവരെ വിശ്വസിക്കാൻ പറ്റുന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം ശരിക്കും ശ്രദ്ധിച്ചോ, പടച്ചോനെ പേടിയുള്ള പെണ്ണാവുക എന്നുള്ളതാണ്. തഖ്വയുള്ള ഈമാനുള്ള പെണ്ണാവുക എന്നുള്ളതാണ്. ഒരു പെണ്ണിന് നല്ല അല്ലാഹുവിനെ പേടിയുണ്ട്, അല്ലാഹുവിൽ തഖ്വയുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ സ്ത്രീയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത്. ഒരു വഖ്ത് നിസ്കാരം അവര് ഖളാ ആകൂല, ഔറത്ത് മറക്കാതെ പുറത്തേക്ക് പോവുകയില്ല, അവര് നോമ്പ് ഒരിക്കലും നഷ്ടപ്പെടുത്തൂല, എപ്പോഴും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും, ദിക്ർ ചൊല്ലും. അങ്ങനെ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം, അവളെ വിശ്വസിക്കാം. ഒരിക്കലും അവൾ നമ്മളെ ചതിക്കുകയില്ല. കാരണം അവർക്ക് അല്ലാഹുവിനെ പേടിയുണ്ട് എന്നുള്ളതാണ്. ഇത് കേൾക്കുന്ന സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, അതുകൊണ്ട് അല്ലാഹുവിനെ പേടിയുള്ള ഒരു സ്ത്രീകളായി മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. കുടുംബ ജീവിതത്തിലെ രഹസ്യങ്ങൾ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഒരുപാട് ന്യൂനതകൾ ഉണ്ടാകും. ആ ന്യൂനതകൾ കുടുംബക്കാരോട് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഭർത്താവിന് ഒരുപാട് ന്യൂനതകൾ ഉണ്ടാകും. പല ന്യൂനതകളും നമ്മളെ ജീവിതത്തിൽ കാണാൻ സാധ്യതയുണ്ട്. ആ ന്യൂനതകളൊക്കെ മറച്ചു വെക്കാനുള്ള ഒരു കഴിവുണ്ടാവുക, ഇതാണ് വിശ്വസ്തരായ സ്ത്രീകളുടെ രണ്ടാമത്തെ അടയാളം. ചില സ്ത്രീകൾ കണ്ടിട്ടില്ലേ, കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അങ്ങ് പറയും. വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിലോ കുടുംബത്തിലെ എല്ലാ ആളുകളും ഉണ്ടാകും, അതിലങ്ങ് വിളിച്ചു പറയും, എന്റെ ഭർത്താവ് ഇങ്ങനെയാണ്, ഞങ്ങളെ കുടുംബ ജീവിതത്തിൽ ഇന്നാലിന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. വിശ്വസ്തരായ സ്ത്രീകളാണെങ്കിൽ അങ്ങനെ കുടുംബ ജീവിതത്തിലെ ന്യൂനതകൾ, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ ന്യൂനതകൾ, ഭർത്താവിന്റെ ന്യൂനതകൾ പരസ്യപ്പെടുത്തുകയില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം മാനം കാത്തു സൂക്ഷിക്കുന്നവളാണ്. തന്റെ സൗന്ദര്യം, തന്റെ ശരീരം ഭർത്താവിന്റെ മുമ്പിൽ മാത്രം പ്രദർശിപ്പിക്കുന്ന സ്ത്രീകളാണ് വിശ്വസിക്കാൻ പറ്റുന്ന സ്ത്രീകൾ. ചില സ്ത്രീകൾ കണ്ടിട്ടില്ലേ, ഭർത്താവിന്റെ മുമ്പിൽ അണിഞ്ഞൊരുങ്ങൂല. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോ, ഗൾഫിൽ നിന്ന് വരുമ്പോ, അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി വരുമ്പോ അവള് അണിഞ്ഞൊരുങ്ങൂല. അവള് പുറത്തേക്ക് പോകുമ്പോ മറ്റുള്ളവര് കാണാൻ വേണ്ടിയാണ് അണിഞ്ഞൊരുങ്ങുക. സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കും, ലിപ്സ്റ്റിക് ഇടും, കൺമശി എഴുതും, നല്ല ഡ്രസ്സ് ധരിക്കും, അയൺ ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ ഭർത്താവ് കാണാൻ വേണ്ടിയിട്ട് ഇവൾ ഇതൊന്നും ചെയ്യാറില്ല. അങ്ങനത്തെ സ്ത്രീകളെ വിശ്വസിക്കാൻ പറ്റൂല. അവൾ ചതിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ചെയ്യേണ്ടത്, ഔറത്ത് കാണിക്കേണ്ടത്, തലമറക്കാതെ നടക്കേണ്ടത്, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കേണ്ടതൊക്കെ ഭർത്താവിന്റെ മുമ്പിലാണ് കൂട്ടരെ. ഭർത്താവ് കാണാൻ വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടത്, അല്ലാതെ മറ്റുള്ളവർ കാണാൻ വേണ്ടി ഞാൻ കല്യാണത്തിന് പോകുമ്പോ മറ്റുള്ള ചെക്കന്മാർ എന്നെ നോക്കണം, മറ്റുള്ള ആണുങ്ങളൊക്കെ എന്നെ നോക്കണം എന്ന നിലക്ക് നമ്മൾ ഡ്രസ്സ് ധരിച്ചാൽ, ലിപ്സ്റ്റിക് ഇട്ടാൽ, കൺമശെഴുതിയാൽ, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ചാൽ അല്ലാഹു പൊരുത്തപ്പെടൂല. അത് ഹറാമുമാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമത്തെ കാര്യം ഭർത്താവിന്റെ സമ്പത്ത് സംരക്ഷിക്കുന്നവളായിരിക്കും അവൾ. ഭർത്താവ് ചിലപ്പോൾ ഗൾഫിലായിരിക്കും, ഇവരുടെ അക്കൗണ്ടിലേക്കായിരിക്കും ക്യാഷ് ഇടുക. ആ അക്കൗണ്ടിലേക്ക് അയച്ച ക്യാഷ് മുഴുവനും ചെലവഴിക്കുന്ന ചില ഭാര്യമാരുണ്ട്. അതുകൊണ്ട് മുഴുവനും ഷോപ്പിങ്ങിന് പോകുന്ന ഭാര്യമാരുണ്ട്. അതുകൊണ്ട് കാമുകന്മാർക്ക് ചെലവ് ചെയ്യുന്ന ചില ഭാര്യമാരുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഭർത്താവിന്റെ സമ്പത്ത് ഭർത്താവിന്റെ സമ്മതമില്ലാതെ അനാവശ്യമായി ചെലവഴിക്കുന്നവളാണോ അവളെ ഒരിക്കലും
വിശ്വസിക്കാൻ പാടില്ല, ചതിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം സംസാരത്തിലെ മാന്യതയാണ്. നല്ല മാന്യതയോടുകൂടെയായിരിക്കും അവൾ സംസാരിക്കുകയാണെങ്കിൽ ഭർത്താവിനോട് സംസാരിക്കുക. അപമര്യാദയായി ഒരിക്കലും പെരുമാറുകയില്ല എന്നുള്ളതാണ്. ഭർത്താവിനോട് മാത്രമല്ല, ഭർത്താവിന്റെ കുടുംബക്കാരോടും നല്ല മാന്യമായ രൂപത്തിലാണ് സംസാരിക്കുക. ഭർത്താവിന്റെ അമ്മായി, ഭർത്താവിന്റെ എളാപ്പ, ഭർത്താവിന്റെ കുടുംബക്കാരൊക്കെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നല്ല രൂപത്തിൽ സൽക്കരിക്കുന്നവളാണ്, അവരെ സ്നേഹിക്കുന്നവരാണ്, അവരോട് നല്ല രൂപത്തിൽ മാന്യമായ രൂപത്തിൽ സംസാരിക്കുന്നവളായിരിക്കും. അവൾക്ക് ഭർത്താവിനോട് നല്ല സ്നേഹം ഉണ്ടാവും. അതുകൊണ്ടാണ് ഭർത്താവിന്റെ കുടുംബക്കാരെ അവൾ സ്നേഹിക്കുന്നത്. ഇത് ഭർത്താവിന്റെ കുടുംബക്കാർ വരുമ്പോ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ, ഭർത്താവിന്റെ അയൽവാസികൾ വരുമ്പോ മൈൻഡ് ചെയ്യാത്ത ഒരു അവസ്ഥ. അയൽവാസികൾ എന്ന് പറയുമ്പോ ഭർത്താവിന്റെ കൂട്ടുകാരല്ലോ, ഭർത്താവിന്റെ അയൽവാസികൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അയൽവാസികൾ ആണുങ്ങളൊക്കെ കയറി വരുമ്പോൾ കയറിയിരിക്കും, ബെഡ്റൂമിലിരിക്കും, അങ്ങനെ പറയാൻ പറ്റൂല, അത് ഹറാമാണ്. സ്ത്രീകൾ കടന്നു വരുമ്പോൾ നമ്മൾ ആ രൂപത്തിൽ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. ഇത് സ്നേഹമുള്ള ഭാര്യയുടെ അടയാളമാണ്, വിശ്വസിക്കാൻ പറ്റിയ ഭാര്യയുടെ അടയാളമാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആറാമത്തെ കാര്യം, വീട് സംരക്ഷിക്കുന്ന ആളാണ്. ഭർത്താവിന്റെ വീട്, ഭർത്താവിന്റെ മക്കളെ സംരക്ഷിക്കുക. മക്കള് രണ്ടു കൂട്ടരുതാണ്, ഭർത്താവ് നോക്കട്ടെ, ഭർത്താവ് സംരക്ഷിക്കട്ടെ, ഭർത്താവ് പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ചില ഭാര്യമാരുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഭർത്താവ് സ്ഥലത്തില്ലെങ്കിൽ ഭർത്താവിന്റെ വീട്, അതുപോലെ തന്നെ മക്കളെയൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു മനസ്സ് സ്വാലിഹത്തായ ഒരു ഭാര്യയ്ക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. ഇത് ചില സ്ത്രീകൾ ഭർത്താവ് ഉണ്ടാകുമ്പോഴാണ് വീട് വൃത്തിയാക്കുക, അതുപോലെ തന്നെ ബെഡ്റൂം വൃത്തിയാക്കുക, ഭർത്താവില്ലെങ്കിലോ ഒക്കെ വൃത്തിഹീനമായി കിടക്കുന്ന ഒരു അവസ്ഥ. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ഏഴാമത്തെ അടയാളം, കാണുമ്പോൾ സന്തോഷം നൽകുന്നവളാണ്. ഭർത്താവ് ഇങ്ങനെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ ഭർത്താവിന് അവളെ കാണുമ്പോൾ ഒരു റാഹത്ത് ഉണ്ടാകണം, ഒരു സന്തോഷം ഉണ്ടാകണം. ഇത് ചില ഭാര്യമാര്, ചില സഹോദരന്മാര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉസ്താദെ ജോലി കഴിഞ്ഞ് വരുമ്പോ ഞങ്ങളെ ഭാര്യമാര് ഈനാമ്പേച്ചയുടെ പോലെയായിരിക്കും, അതല്ലെങ്കിൽ വല്ല ഭീകര ജീവിയുടെ പോലെയായിരിക്കും. അവളിങ്ങനെ ഞങ്ങളെ മുഖത്തേക്ക് നോക്കുക, മുഖം ഇങ്ങനെ വീർപ്പിച്ച് കണ്ണു തുറപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ പേരിൽ ഭർത്താക്കന്മാര് കയറി വരുന്ന സമയത്ത് അത് നമ്മൾ ഭർത്താക്കന്മാരോട് എടുക്കാൻ പാടില്ല. നമ്മളപ്പോ ഭീകര ജീവിയുടെ പോലെ, ഈനാമ്പേച്ചയുടെ പോലെ നമ്മൾ നിൽക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഭർത്താവ് കാണുമ്പോൾ ഭർത്താവിനെ സന്തോഷിപ്പിക്കണം. അങ്ങനത്തെ സ്ത്രീകൾ സ്വാലിഹത്തായ സ്ത്രീകളാണെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യവും വ്യക്തവുമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ നല്ല ഡ്രസ്സ് ധരിക്കണം, ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കണം. അപ്പോഴാണ് കൂട്ടരെ മേക്കപ്പ് ചെയ്യേണ്ടത്, അല്ലാതെ മറ്റുള്ള പുരുഷന്മാർ കാണാൻ വേണ്ടിയിട്ടല്ല മേക്കപ്പ് ചെയ്യേണ്ടത്. ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ ആ മുഷിച്ച വസ്ത്രങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുക, ആ വിയർപ്പിൽ മുങ്ങിയ ആ ദുർഗന്ധം വരുന്ന വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് നല്ല ഒരു വസ്ത്രം ധരിച്ച് നിന്നോക്ക്, ഭർത്താവിന് നല്ല റാഹത്ത് ഉണ്ടാവും. ജോലി സമയത്ത് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര പ്രയാസം ഉണ്ടെങ്കിലും വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഒരു റാഹത്ത് ഭർത്താവിന് ഉണ്ടാവണം. അതാണ് സ്വാലിഹത്തായ ഭാര്യ, വിശ്വസിക്കാൻ പറ്റുന്ന ഭാര്യ. സ്ത്രീകള് എട്ടാമത്തെ അടയാളം, ക്ഷമയും നന്ദിയും ഉള്ളവളായിരിക്കും. ജീവിതത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും, കഷ്ടപ്പാടുകൾ ഉണ്ടാകും. എല്ലാ ദിവസവും ഒരുപോലെയാകണമെന്ന് പറയാൻ കഴിയൂല, എല്ലാ ദിവസവും മാംസം വേണമെന്നൊന്നും പറയാൻ കഴിയൂല. ചിലപ്പോൾ ഒരു മാസം ശമ്പളം കുറവായിരിക്കും, ചിലപ്പോൾ ഒരു മാസം 15 ദിവസം ജോലി ഉണ്ടാകൂല. അപ്പൊ ചില കഷ്ടപ്പാടുകളൊക്കെ സഹിക്കേണ്ടി വരും. അതിന്റെ പേരിൽ ഭർത്താവിനെ കുത്തുവാക്ക് പറയാ, ജോലിക്ക് പോകൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ് പണ്ടാറിറങ്ങി ജീവിക്കാണ് എന്നൊക്കെ പറയുന്ന ഭാര്യമാരുണ്ട്. അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ക്ഷമ നീ കൈവരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അസ്സബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാനിന്റെ ഭാഗമാണ്. അപ്പൊ ക്ഷമയുണ്ടാവണം. അതുപോലെ തന്നെ നന്ദിയുള്ളവളാകണം. ഭർത്താവിന് നല്ല ജോലിയിൽ നല്ല സാലറി കിട്ടി, അതുപോലെ തന്നെ ഭർത്താവ് ജോലിക്ക് എല്ലാ ദിവസവും ജോലിയുണ്ട്, നമ്മൾക്ക് ഭക്ഷണം കൊടുന്നു തരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിസ്കരിക്കൂല, ഖുർആനോദില്ല, ദിക്റില്ല, പ്രാർത്ഥനയില്ല, ഭർത്താവിന്റെ ജോലിയിൽ ബർക്കത്തുണ്ടാവാൻ പ്രാർത്ഥിക്കൂല, നന്ദികേട് കാണിച്ച് ജീവിക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ നന്ദികേട് കാണിച്ച് ജീവിക്കുന്ന സ്ത്രീയാണോ ഭാര്യയാണോ അവളെ ഒരിക്കലും വിശ്വസിക്കരുത്. അവൾ നമ്മളെ ചതിക്കാൻ സാധ്യതയുണ്ട്. ഒമ്പതാമത്തെ കാര്യം, കുടുംബത്തെ നിലനിർത്തുക എന്നുള്ളതാണ്. കുടുംബങ്ങളെ ബന്ധനങ്ങളാക്കുന്ന ചില ഭാര്യമാരുണ്ട്. കല്യാണം കഴിച്ചു വന്ന ഒരു കൊല്ലൊന്നും തിരക്കെടുണ്ടാവൂല, 6 മാസം തിരക്കെടുണ്ടാവൂല, പിന്നെ എല്ലാവരോടും തെറ്റിയിട്ടുണ്ടാവും. ഉമ്മയോടും ഉപ്പയോടും ജ്യേഷ്ഠനോടും അനിയനോടും എല്ലാവരോടും തെറ്റിയിട്ടുണ്ടാവും. അതിന്റെ കാരണം എന്താ? ഈ കെട്ടിക്കൊണ്ട ഭാര്യയായിരിക്കും. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പറ്റൂല. കുടുംബ ബന്ധം നിലനിർത്താൻ നമ്മൾ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം. നമ്മളെ ഭർത്താവ് ആരോടെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഇണക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ലാതെ ആ കുടുംബം ശിഥിലമാക്കാൻ ഒരിക്കലും നമ്മൾ ശ്രമിക്കാൻ പാടില്ല. അങ്ങനെ ശ്രമിക്കുന്ന, എല്ലാവരോടും തെറ്റി നടക്കുന്ന, എല്ലാവരോടും പിണങ്ങി നടക്കുന്ന ഒരു സ്ത്രീയാണോ എങ്ങനെ അവളെ വിശ്വസിക്കാൻ കഴിയും? എങ്ങനെ അവളെ ഒപ്പം കൂട്ടാൻ കഴിയും? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ കുടുംബ ബന്ധം ചേർക്കുക. കുടുംബ ബന്ധം ചേർക്കാത്തവർ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല
ഉപേക്ഷിക്കില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. 10ാമത്തെ കാര്യം വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ്. ഭാര്യയും വിട്ടുവീഴ്ച ചെയ്യണം, ഭർത്താവും വിട്ടുവീഴ്ച ചെയ്യണം. ഭർത്താവിന്റെ അടുക്കൽ ചെറിയ ചെറിയ ന്യൂനതകൾ വരുമ്പോൾ അതിന്റെ പേരിൽ ഡിവോഴ്സ് നോട്ടീസ് വേണമെന്ന് പറയാ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക, ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വരിക, പിന്നെ ഒരു കൊല്ലത്തിന് പോവുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇത് കുടുംബ ജീവിതമാണ്, ദാമ്പത്യ ജീവിതമാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ വിള്ളലുകൾ ഉണ്ടാകും. അതിന്റെ പേരിൽ ചില ആളുകൾ ആത്മഹത്യ ചെയ്യും, ചില സഹോദരിമാർ വിഷങ്ങൾ കുടിക്കും. എന്താണ് ഇതിന്റെ ആവശ്യം? നമ്മളൊക്കെ അള്ളാഹുവിന്റെ അടിമകളാണ്, മലക്കുകളൊന്നുമല്ല, അതുപോലെ തന്നെ അമ്പിയാക്കളൊന്നുമല്ല. പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിന്റെ പേരിൽ ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിക്കരുത്, വിഷം കുടിക്കരുത്, അതല്ലെങ്കിൽ വീട് വിട്ട് ഇറങ്ങി പോകരുത്, ഡിവോഴ്സ് നോട്ടീസ് അയക്കരുത്. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക, അതിനുള്ള മനസ്സ് കാണിക്കണം. ഇതാണ് വിശ്വസിക്കാൻ പറ്റുന്ന സ്ത്രീയുടെ 10ാമത്തെ അടയാളം. 11ാമത്തെ അടയാളം ഭർത്താവിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ അവസ്ഥ എന്താ? ഭർത്താവിനെ ബഹുമാനിക്കൂല, ഭർത്താവിനെ അനാവശ്യം വിളിക്കുന്നവരുണ്ട്, ഭർത്താവിന്റെ മേൽ ഭരിക്കുന്ന സ്ത്രീകളുണ്ട്, ഭർത്താവിന്റെ മേൽ അധികാരം കാണിക്കണം, പക്ഷേ ഭർത്താവിനെ ഭരിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യരുത്. ഭരിക്കുക എന്ന് പറയുമ്പോ അത് വിൽക്കടാ, അങ്ങോട്ടേക്ക് പോടാ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും, നിങ്ങളാരാ എന്നൊക്കെ ചോദിക്കുന്ന ചില സഹോദരിമാരുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ സ്ത്രീകളാണ് അവിഹിത ബന്ധത്തിലേക്ക് പോകുന്നത്. അങ്ങനത്തെ സ്ത്രീകളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? സ്വന്തം ഭർത്താവിനെ ബഹുമാനിക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്, വീട് നിർമ്മിച്ചു കൊടുത്തു, ഭക്ഷണമായി കൊടുക്കുന്നുണ്ട്, മക്കളെ കൊടുത്തു, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് പോലും ഭർത്താവിനെ ബഹുമാനിക്കാതെ ഭർത്താവിനെ നിസാരപ്പെടുത്തുന്ന ചില ഭാര്യമാരുണ്ട്. അവർക്ക് അവിഹിത ബന്ധം ഉണ്ടെന്ന് വരെ സംശയിക്കും ചില ഭർത്താക്കന്മാര്. അതുകൊണ്ട് അത്തരം സംശയ രോഗത്തിലേക്ക് വഴിവെക്കുന്ന കാര്യങ്ങൾ ഭാര്യമാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. 12ാമത്തെ കാര്യം ഭർത്താവിന്റെ ഉപ്പയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക. ചിലപ്പോൾ വയസ്സായ ഉമ്മയായിരിക്കും. വയസ്സായി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഉണ്ടാവും കുട്ടികളുടെ സ്വഭാവം. നമുക്കൊക്കെ ഉണ്ടാവും. ഒരു 60-70 വയസ്സൊക്കെ ആയ, ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ, പിന്നെ ഒരു 60-63 വയസ്സൊക്കെ ആയ പിന്നെ കുട്ടിത്തായിരിക്കും, കുട്ടികളെ പോലെ ആയിരിക്കും. നല്ല വാശി ഉണ്ടാവും. ചെറിയ കുട്ടികളുണ്ടല്ലേ, നല്ല വാശി ഉണ്ടാവും. ആ ഒരു സ്വഭാവം അമ്മായിമാക്കും അമ്മോച്ചനും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം. അതിന്റെ പേരിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക, അവർക്ക് വെള്ളം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക, അവരെ ബഹുമാനിക്കാതിരിക്കുക. ഈ ഒരു സ്വഭാവം ഭാര്യമാരുടെ അതല്ലെങ്കിൽ ഉമ്മമാരുടെ അടുക്കൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അവർ നമ്മളുടെ ഉമ്മയാണ്. നമ്മളുടെ അമ്മായിമ്മ അമ്മോശൻ എന്ന് പറയുമെങ്കിലും അവർ ശരിക്കും നമ്മളുടെ ഉമ്മയാണ്. ഭർത്താവിന്റെ ഉപ്പയെ തൊട്ടാൽ ഉളൂ മുറിയില്ല. നമ്മളെ സ്വന്തം ഉപ്പാനെ തൊട്ടാൽ ഉളൂ മുറിയില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഭർത്താവിന്റെ ഉപ്പയെ തൊട്ടാൽ ഉളൂ മുറിയൂല. അത്രയും ബന്ധമാണ് അമ്മായിമ്മയും മരുമകളും, അമ്മോശനും മരുമകളും. അതുകൊണ്ട് ഭർത്താവിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, ആദരിക്കുക. ബഹുമാനിക്കണം, ആദരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ തൊട്ടാൽ ഉളൂ മുറിയാത്തത്. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 13ാമത്തെ അടയാളം ഭർത്താവിന്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വരെ ആഘോഷമാക്കി സന്തോഷിക്കുക എന്നുള്ളതാണ്. ചില സ്ത്രീകൾ ഭർത്താവ് ഒരു ബൈക്ക് വാങ്ങി, ഒരു സന്തോഷം ഉണ്ടാവില്ല. ഭർത്താവ് നല്ലൊരു വാച്ച് വാങ്ങി, ഇപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ല. ഭർത്താവ് നല്ലൊരു വീട് വെച്ചു കൊടുത്തു, ഒരു സന്തോഷം ഉണ്ടാവില്ല. നല്ലൊരു കാർ വാങ്ങി, ഒരു സന്തോഷം ഉണ്ടാവില്ല. ഭർത്താവ് എന്തെങ്കിലും പരീക്ഷ എഴുതി വിജയിച്ചിട്ടുണ്ടാകും, അപ്പോഴും സന്തോഷം ഉണ്ടാവില്ല. ഭർത്താവിന് നല്ല ജോലി കിട്ടി, അപ്പോഴും ഇപ്പോഴും സന്തോഷം ഉണ്ടാവില്ല. ഭർത്താവ് വീട്ടിൽ നല്ല AC വെച്ചു കൊടുത്തു, അപ്പോഴും സന്തോഷം ഉണ്ടാവില്ല. ഭർത്താവിന്റെ സന്തോഷ കാര്യങ്ങളിൽ ഇവൾക്ക് സന്തോഷം ഉണ്ടാവില്ല, ഇവൾക്ക് എപ്പോഴും ഒരു മൂഡ് ഓഫ്. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഭർത്താവിന്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വരെ ആഘോഷമാക്കിയെടുക്കുന്ന എത്രയെത്ര ഭാര്യമാരുണ്ട്, എത്രയെത്ര സഹോദരിമാരുണ്ട്. അങ്ങനെയാണ് സ്നേഹമുള്ള ഭാര്യമാര് ചെയ്യേണ്ടത്. അല്ലാത്ത ഭാര്യമാർക്ക് നമ്മളോട് സ്നേഹമില്ല എന്ന് ഭർത്താക്കന്മാര് മനസ്സിലാക്കും. അങ്ങനെ ഭർത്താക്കന്മാര് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭർത്താവ് പിന്നെ എങ്ങനെയാണ് നമ്മളെ സ്നേഹിക്കുക, ആ ഭർത്താവ് പിന്നെ എങ്ങനെയാണ് നമ്മളെ വിശ്വസിക്കുക? അതുകൊണ്ട് അത്തരം ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. 14ാമത്തെ അടയാളം ഏത് പ്രശ്നങ്ങൾ വന്നാലും, ഏത് പ്രതിസന്ധികൾ വന്നാലും, ഏത് ബുദ്ധിമുട്ട് വന്നാലും ഭർത്താവിന്റെ കൂടെ കട്ടക്ക് നിൽക്കുന്നവളാണ്, ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്നവളാണ് ഭാര്യ. അതായത് തെറ്റായ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല, തെറ്റായ കാര്യങ്ങൾക്ക് ഭർത്താവിന്റെ കൂടെ നിൽക്കാൻ പറ്റൂല. ഭർത്താവ് വീട്ടിൽ വന്നിട്ട് പറയാണ് ഒരു ഗ്ലാസ് കൊടുന്ന കള്ളുടിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്തു കൊടുക്കണ്ട. അതിന് നമ്മൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കരുത്. അതല്ലെങ്കിൽ നിസ്കാരം കളാക്കുന്ന കാര്യങ്ങൾ ഭർത്താവ് ചെയ്താൽ ഭർത്താവിന്റെ കൂടെ നിൽക്കരുത്, അതിനെതിരെ നിൽക്കണം. ഭർത്താവിന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. റമദാൻ മാസം വന്നിട്ട് എടുക്കടി, ചോറ് എടുക്കടി, കറി വാരടി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തു കൊടുക്കരുത്. നമ്മളൊന്ന് മാറുക്കണം. നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ മതി, നമ്മൾ ദിക്ർ ചൊല്ലിയാൽ മതി. റമദാൻ മാസം ഭക്ഷണം കഴിക്കാൻ പാടില്ല. അമുസ്ലിമിന് വരെ റമദാൻ മാസത്തിൽ മുസ്ലിമീങ്ങൾ ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം അമുസ്ലിമീങ്ങളെ ബഹുമാനിക്കാൻ പറ്റൂല, ആദരിക്കാൻ പറ്റൂല എന്നല്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പോ ഹറാമായ കാര്യങ്ങൾക്ക് ഭർത്താവിന്റെ കൂടെ കട്ടക്ക് നിൽക്കാൻ പാടില്ല എന്നുകൂടെ
സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. ഈ 15 സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഭർത്താവിന്റെ കൂടെ നിൽക്കുക, അതല്ലെങ്കിൽ മക്കളുടെ കൂടെ നിൽക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, ഖൈറും ബറക്കത്തും നൽകട്ടെ. എല്ലാ പിണക്കങ്ങളും അള്ളാഹു ഇണക്കങ്ങളാക്കി തരട്ടെ. നല്ല നിലക്ക് മരണം വരെ റാഹത്തോടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.